നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ആർഭാടത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും പ്രണയത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാരകനായ ശുക്രൻ 2024 ഡിസംബർ 2 തിങ്കളാഴ്ച ഗുരുക്ഷേത്രമായ ധനുരാശിയിൽ നിന്നും ശനിക്ഷേത്രമായ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. മകരം ശുക്രൻ്റെ മിത്രക്ഷേത്രമാണ്. അതുകൊണ്ട് ശുക്രൻ കൂടുതൽ ഗുണാനുഭവങ്ങളായിരിക്കും ഈ സമയത്ത് നൽകുക. ശുക്രൻ്റെ ഈ രാശിമാറ്റം 12 രാശിയിലുള്ള 9 രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ കൂടുതലായി നൽകുന്നത്. ലൗകിക സുഖ സൗകര്യങ്ങളും ആർഭാടവും കീർത്തിയും പ്രതാപവും വസ്ത്രാഭരണാദി ലാഭവും ശുക്രൻ ഈ സമയത്ത് നൽകും. വാഹനം, വീട് എന്നിവയുടെ ലഭ്യതയും ഉണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. പുരസ്കാരങ്ങളും പദവികളും ലഭിക്കും. അങ്ങനെ ശുക്രൻ്റെ ഈ രാശിമാറ്റ ഫലമായി ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് രാശിയിൽ ശുക്രൻ നിൽക്കുന്നുവോ അതിനനുസരിച്ചുള്ള ക്രമത്തിലായിരിക്കും ഫലം പറയുക. ആദ്യമായി മകരൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. ഉത്തരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി. മകരൻ രാശിയുടെ ജന്മത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മകരത്തിൻ്റെ 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ മകരൻ രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങളാണ് നൽകുന്നത്. മാനസികമായും ശാരീരികമായും ഉള്ള എല്ലാ പ്രയാസങ്ങളും അകന്നുപോകും. സൗന്ദര്യവും ഓജസ്സും സുഖവും കീർത്തിയും ലഭിക്കും. ലൗകിക സുഖങ്ങൾ അനുഭവിക്കും. 5ഉം 10ഉം ഭാവാധിപനായി ശുക്രൻ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് ഈ 2 ഭാവങ്ങൾക്കും പുഷ്ടിയുണ്ടാകും. 5ആം ഭാവാധിപൻ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് മനസ്സ്, ജ്ഞാനം, പൂർവ്വപുണ്യം, പ്രണയം, സന്താനങ്ങൾ എന്നിവയ്ക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാകും. ഈശ്വരവിശ്വാസം കൂടും. കുട്ടികൾക്ക് പഠനത്തിൽ ഉത്സാഹം കൂടും. അവർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മനഃശാന്തി ഉണ്ടാകും. പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യം തോന്നും. 10ആം ഭാവാധിപൻ ബലവാനായിരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. കൃഷി, വ്യവസായം, യശസ്സ്, വിജ്ഞാനം, വിദ്യ എന്നിവയിൽ പുരോഗതി ഉണ്ടാകും. വ്യവസായ പുരോഗതി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ഇവർക്ക്. കടബാധ്യതകൾ തീർക്കാൻ കഴിയും. ക്രയവിക്രയങ്ങളിൽ വരുമാനം കൂടും. ശത്രുക്കളുടെ നാശം സംഭവിക്കും. പൊതുവെ ധനലാഭവും സുഖപ്രാപ്തിയും സന്തോഷവുമാണ് ഫലം. പൂരാട, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ശുക്രൻ ധനുരാശിയുടെ 6ഉം 11ഉം ഭാവാധിപനാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ധനുരാശിയുടെ ധനസ്ഥാനമായ 2ആം ഭാവത്തിലൂടെയാണ്. പൊതുവെ പലതരത്തിൽ ധനവർധന ഉണ്ടാകും. ശുക്രൻ ധനുവിൻ്റെ 11ആം ഭാവാധിപനായതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയമാണ്. 6ആം ഭാവാധിപൻ കൂടിയുമാണ് ശുക്രൻ. ശത്രുശല്യം ഇല്ലാതാവും. കടബാധ്യത മാറിക്കിട്ടും. വ്യാപാരത്തിൽ നിന്നും വലിയ ധനവരവ് പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പ്രൊമോഷനുകളും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകളും ലഭിക്കും. സ്ത്രീകളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യവും അംഗീകാരവും ലഭിക്കും. വിവിധ സുഖങ്ങൾ അനുഭവിക്കാനുള്ള അവസരമുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞുപോകും. സംസാരം കൊണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തും. അധ്യാപകർ, അഡ്വക്കേറ്റ്സ്, രാഷ്ട്രീയക്കാർ എന്നിവർക്ക് സമയം വളരെ നല്ലതാണ്. കലാസാഹിത്യാദി കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. പൊതുവെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയുടെ 12ഉം 7ഉം ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ വൃശ്ചികത്തിൻ്റെ 3ആം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 3ആം ഭാവം സഹോദര ഭാവമാണ്. ജ്യേഷ്ഠാനുജന്മാരുടെ സ്ഥിതി, പരാക്രമം, ധൈര്യം, വിശേഷ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 3ആം ഭാവം. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകുന്ന സമയമാണ്. സഹോദരങ്ങളോട് സ്നേഹം കൂടും. ധൈര്യം കൂടും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും കയ്യിൽ വന്നു ചേരും. 12ആം ഭാവാധിപൻ ബലവാനായതുകൊണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വിദേശത്ത് ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ധാരാളം വിദേശ പണം കയ്യിൽ വന്ന് ചേരാനുള്ള സമയമാണ്. 7ആം ഭാവാധിപനായ ശുക്രൻ ബലവാനായതിനാൽ വിവാഹം, ഭർത്താവ്, ഭാര്യ, ബിസിനസ് എന്നീ കാര്യങ്ങളിൽ നല്ല ഫലങ്ങളുണ്ടാകും. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും.
ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷപ്രദമായ കുടുംബജീവിതം ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങളുണ്ടാകും. പൊതുവെ ധനസമൃദ്ധിയും കുടുംബസുഖവും വ്യവസായ പുരോഗതിയുമാണ് ഫലം. അടുത്തതായി തുലാം രാശി. തുലാമിൻ്റെ 4-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. തുലാം രാശിയുടെ രാശിയാധിപനും 8-ാം ഭാവത്തിൻ്റെ അധിപനുമാണ് ശുക്രൻ. 4-ാം ഭാവം മാതൃഭാവവും കുടുംബഭാവവുമാണ്. നല്ല രീതിയിൽ ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ഭാര്യാസുഖവും പ്രതീക്ഷിക്കാം. ശരീരത്തിന് ആരോഗ്യവും സുഖവും ലഭിക്കും. രോഗങ്ങളിൽ നിന്ന് നിശേഷം മുക്തി ലഭിക്കും. വാഹനം, വീട് എന്നിവ കൈവശം വരാനുള്ള സാധ്യത കാണുന്നു. ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകും. ആർഭാട ജീവിതം നയിക്കാൻ കഴിയും. കർമ്മരംഗത്ത് പുഷ്ടിയും വരുമാനവും പ്രതീക്ഷിക്കാം. മാതൃസുഖം ലഭിക്കും. ബന്ധുക്കളുടെ സഹകരണം കൂടും. വീട്, വാഹനം എന്നിവ കയ്യിൽ വരാൻ യോഗം കാണുന്നു. കൃഷിയിൽ നിന്നും ആദായം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ വിജയമുണ്ടാകും. പൊതുവെ ധനലാഭവും കുടുംബസുഖവും സ്നേഹിതരുടെ സ്നേഹവും കൂടുതലായി ലഭിക്കുന്ന സമയമാണ്. അടുത്തതായി കന്നിരാശി. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 5-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. കന്നിരാശിയുടെ 2, 9 ഭാവാധിപനാണ് ശുക്രൻ. മനസ്സ്, ബുദ്ധി, അറിവ്, സന്താനം, പൂർവ്വപുണ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 5-ാം ഭാവം. ആ ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പുഷ്ടി കൂടുകയുള്ളൂ. മനസ്സിന് സന്തോഷം കൂടും. ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കൂടും. അറിവ് കൂടും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും. സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. കുട്ടികൾ ബുദ്ധിപരമായ കാര്യങ്ങളിൽ വളരെ മുന്നോട്ട് പോകും. പഠന വിജയവും ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പഠിക്കാനുള്ള അവസരവും ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും. കൂടാതെ 2, 9 ഭാവാധിപനായ ശുക്രൻ ധനവരവ് കൂട്ടും. ഭാഗ്യാനുഭവങ്ങൾ വളരെ വർദ്ധിക്കും. കർമ്മരംഗത്തെ ഉയർച്ചയും അതിൽ നിന്ന് ധനവരവും പ്രതീക്ഷിക്കാം. തീർത്ഥാടനത്തിന് പോകാൻ സൗകര്യമുണ്ടാകും. പുത്രസുഖവും കുടുംബസുഖവും തൊഴിലിൽ ഉയർച്ചയും വ്യാപാരത്തിൽ നിന്ന് വർദ്ധിച്ച വരുമാനവും പ്രതീക്ഷിക്കാം. അടുത്തതായി മിഥുനം രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിയുടെ 12, 5 ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് മിഥുനം രാശിയുടെ 8-ാം ഭാവത്തിലൂടെയാണ്. 8-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കഴിവുണ്ടാകും. രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും. ആരോഗ്യവും ഉത്സാഹവും കൂടും. ശുക്രൻ 5-ാം ഭാവാധിപനായതുകൊണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധ കൂടും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉറപ്പായിരിക്കും. 12-ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ അനുകൂല ഫലങ്ങൾ തരുന്നത് കൂടും. ചിലവുകൾ കുറയും. അഥവാ പണച്ചിലവുകൾ വന്നാൽ അതെല്ലാം കുടുംബത്തിന് വേണ്ടിയായിരിക്കും. കുട്ടികളുടെ വിവാഹം, പഠനം, വീട് വയ്പ്, വാഹനം മേടിപ്പ് ഇവയ്ക്കെല്ലാമായിരിക്കും ഈ പണച്ചെലവുകൾ ഉണ്ടാകുക. അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയമാണ്. ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടും. പൊതുവെ ദുഃഖശാന്തിയും ധനലാഭവും സുഖവുമാണ് 8-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ തരുന്ന ഫലം. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ജന്മരാശ്യാധിപനും 6-ാം ഭാവാധിപനുമാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇടവത്തിൻ്റെ 9-ാം ഭാവത്തിലൂടെയാണ്. ഭാഗ്യം, അച്ഛൻ, ഗുരുജനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 9-ാം ഭാവം. അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ കൂടുകയും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് സുഖമായി ജോലി ചെയ്യാൻ കഴിയും. മക്കളെ ഓർത്ത് മുതിർന്നവർ സന്തോഷിക്കും. ശത്രുക്കൾ ഇല്ലാതാകും. ഏത് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചാലും അവ തടസ്സം കൂടാതെ നടക്കും. കടബാധ്യത ഇല്ലാതാകും. കുടുംബസുഖമുണ്ടാകും. പൊതുവെ ആരോഗ്യപ്രാപ്തിയും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്ന സമയമാണ്. അടുത്തതായി മീനൻ രാശി. പൂരിട്ടാതിക്കാൽ, ഉത്തരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 3, 8 ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനത്തിൻ്റെ 11-ാം ഭാവത്തിലൂടെയാണ്. സർവാഭിഷ്ടഭാവമായ 11-ാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം ധനലാഭവും പ്രതാപവും ലഭിക്കും.
ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിക്കും. കർമ്മരംഗത്തു നിന്ന് വരുമാനം കൂടും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന ജോബുകൾ ലഭിക്കും. ഉത്തമമായ ആഹാരങ്ങളും വസ്ത്രങ്ങളും ലഭിക്കുന്ന സമയമാണ്. 3-ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ സഹോദരങ്ങളുമായും അയൽവാസികളുമായും ഐക്യത കൂട്ടും. 8-ാം ഭാവാധിപനായ ശുക്രൻ രോഗപ്രതിരോധ ശേഷി കൂട്ടും. ആശുപത്രി ചെലവുകൾ വരികയില്ല. പൊതുവെ ധനസമൃദ്ധിയും സുഖപ്രാപ്തിയുമാണ് ഫലം. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭത്തിൻ്റെ 4, 9 ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭത്തിൻ്റെ 12-ാം ഭാവത്തിലൂടെയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലി ലഭിക്കാൻ അവസരമുണ്ടാകും. വീട്, വാഹനം, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങാൻ പണം ചിലവാകും. പണം നഷ്ടപ്പെടുകയില്ല. കുട്ടികളുടെ പഠനം, വിവാഹം എന്നീ കാര്യങ്ങൾ ഈ സമയത്ത് നടക്കും. അതിന് പണച്ചിലവുണ്ടാകും. മൃഷ്ടാന്നമായ ഭോജനസുഖവും ശയനസുഖവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ഒരിക്കലും പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. കർമ്മരംഗം പുഷ്ടിപ്പെടും. പൊതുവെ സുഖവും സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. മേൽപ്പറഞ്ഞ 9 രാശിക്കാർക്കാണ് ശുക്രൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ലഭിക്കുന്നത്. മറ്റുള്ള രാശിക്കാർ ദേവീ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.